ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്യാതറിംഗ് നോട്ടാണ്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ 4 കോഡുകളെയും ആദ്യം ഹോൾഡ് ചെയ്ത് വെക്കുക, ഒന്നിച്ചിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു കോഡ് എടുക്കുക. അതിൻ്റെ ഒരു സൈഡ് ലെങ്ത് കുറവായിരിക്കും, അതിന് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റത്തായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അതായത് നോട്ട് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ അറ്റത്തായിട്ട്. എന്നിട്ട് യു ഷേപ്പിൽ ബെൻഡ് ചെയ്യാം. യു ഷേപ്പിൽ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ ഗ്യാതറിംഗ് നോട്ടിൻ്റെ അളവ് വേണ്ടത് അതിനേക്കാളും കുറച്ച് കൂട്ടിയെടുക്കുക. ദെൻ അതിനുശേഷം ലെങ്ത് കൂടിയ സൈഡ് കൊണ്ട് ബാക്ക് സൈഡിലൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ചെയ്യുന്ന സമയത്ത് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുകൂടാതെ നല്ല ടൈറ്റായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ടൈറ്റായിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പ്രാക്ടീസ് ശരിയാവില്ല. അപ്പം അതുകൊണ്ടാണ് നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് വേണം ചെയ്യാൻ. നമ്മളൊരു 2 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഗ്യാതറിംഗ് നോട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് നോക്കുക. അപ്പം ഞാനൊരു 7 റൗണ്ട് വെച്ചിട്ട് ചെയ്യണ സമയത്താണ് 2 സെൻറ്റിമീറ്റർ കിട്ടുക. അപ്പം ഇതിപ്പോൾ 1 2 3 4 5 6 7 സെൻറ്റിമീറ്ററിൽ 7 റൗണ്ടിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനുശേഷം ബാലൻസ് ഉള്ള ഈ ലെങ്ത് കൂടിയ ത്രെഡ് ഉണ്ടല്ലോ, ഒരെണ്ണം ഇവിടെ ബാലൻസ് ഉള്ളത് ഇവിടെ മേലുണ്ട്, ചെറുത് ഇവിടെ ഉണ്ട്. അപ്പം ഈ ചുറ്റിക്കഴിഞ്ഞിട്ടുള്ള നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ള ലെങ്ത് കൂടിയ ത്രെഡിന് ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ മുകളിൽ കൂടെ വേണം താഴേക്കിടാൻ. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മുകളിൽ കൂടെ വേണം താഴേക്കിടാൻ. ഓക്കെ, ഇനി അതിനുശേഷം ഇവിടെ നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന ചെറിയ ത്രെഡ് ഉണ്ടല്ലോ, ഈ ത്രെഡിനെ മുകളിലോട്ടേക്ക് വലിക്കുക. അപ്പോൾ അത് വലിക്കുന്ന സമയത്ത് അതായത് ഇങ്ങനെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ആക്കണം. ഈ ഭാഗം ഉള്ളിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ നല്ലോണം വലിക്കണം. അതായത് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക. നിങ്ങൾ വലിക്കുന്ന സമയത്ത് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കേണ്ടി വരും. അപ്പം നല്ലോണം ഉള്ളിലോട്ട് വരുന്ന സമയത്ത് ഏകദേശം ഇതിൻ്റെ ഒരു പകുതി പോർഷനൊക്കെ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു ടൈറ്റ് ആവുന്ന ഫീൽ നമുക്കുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ വലിച്ച ത്രെഡ് ഇവിടെ ഉള്ളിൽ പോയല്ലോ. അപ്പം ഈ ബാലൻസുള്ള മുകൾ ഭാഗത്തെ ത്രെഡ്, ഈ ത്രെഡിനെ സിസർ വെച്ചിട്ട് ചേർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലോണം ചേർത്തി കട്ട് ചെയ്യുക. ഇവിടെ ഒന്നും മുറിയാൻ പാടില്ല, ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷം സിസറിൻ്റെ എഡ്ജ് വെച്ചിട്ട് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്ത്. ഇതൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഫെവിക്കോൾ എടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് വളരെ ചെറുതായിട്ട് പുറത്തോട്ടേക്കൊന്നും വരാത്ത രീതിയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടുത്തെ ത്രെഡ് ലൂസായി പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഫിനിഷിങ്ങിനുള്ള കാര്യങ്ങളാണ്.